ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ ഇന്നലെ നമ്മൾ നമ്മുടെ സ്വന്തം റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഗംഭീരമായി തന്നെ പഠിച്ചെടുത്താണ്. അതിനകത്തുള്ള എല്ലാ ഡെറിവേഷൻസും അന്തസ്സായി തന്നെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചതാണ് മക്കളെ. സോ അതിനുശേഷം ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്? യെസ്, കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കുറച്ചധികം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളും നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ അത്തരം ചോദ്യങ്ങളുമായിട്ടാണ് ഈ പറയുന്ന ടോപ്പർ സീരീസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽസ്, ഇനി നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്നലത്തെ ലൈവ് കണ്ടതിന് ശേഷം മാത്രം ഈ പറയുന്ന ടോപ്പർ സീരീസിലുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ കണ്ടാൽ മതി. എങ്കിൽ മാത്രമേ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കാരണം ഇന്നലെ നമ്മൾ പഠിച്ച ഡെറിവേഷൻസിന്റെ ഫൈനൽ ഇക്വേഷൻസ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ പോകുന്നത്. സോ അത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും താഴെ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി ആ ലൈവ് കണ്ട് കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ സെറ്റ് ആക്കിയതിനു ശേഷം മാത്രം ടോപ്പർ സീരീസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കുന്നു മക്കളെ. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക, മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓൾ സെറ്റ്, ക്ലിയർ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ മക്കളെ? സോ ഗൈസ്, ഹിയർ കംസ് യുവർ ടോപ്പർ സീരീസ് ക്വസ്റ്റ്യൻസ്. സോ ആദ്യത്തെ ചോദ്യം ഇതാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ എല്ലാവരും കാണുന്നത് ശ്രദ്ധിക്കണം. സോ ഏത് ചോദ്യമാണെങ്കിലും മനസ്സിരുത്തി ഒരു 2 തവണ നിങ്ങൾ എല്ലാവരും വായിക്കണം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ പല ഡാറ്റാസും നമുക്ക് മിസ്സാവും, നമ്മുടെ ഫൈനൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും മനസ്സിരുത്തി ചോദ്യം വായിച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. റൈറ്റ്. സോ എന്താണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒരു ഒബ്ജക്റ്റ് ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ 10 സെന്റിമീറ്റർ അകലെയായിട്ട് വെച്ചിരിക്കുന്നു. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ ഈസ് 15 സെന്റിമീറ്റർ. ആ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ മിററിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. സോ എങ്ങനെയാണ് ഈ ചോദ്യം പ്രൊസീഡ് ചെയ്യുക? ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. സോ ആദ്യം ഗിവൺ ഡാറ്റാസ് എല്ലാം ഒന്ന് എടുത്ത് എഴുതാം. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന യു ഉപയോഗിച്ചാണ്. സോ യു ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് വെക്കാറുള്ളത്. സോ -10 സെന്റിമീറ്റർ. റൈറ്റ്, സംശയമില്ല. അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതൊരു കോൺകേവ് മിറർ ആയതിനാൽ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ നെഗറ്റീവ് ആണല്ലോ, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് -15 സെന്റിമീറ്റർ ആണ്. സോ ഇതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മക്കളെ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. സോ -15 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു -7.5 സെന്റിമീറ്റർ. സോ നമുക്ക് എന്ത് കൂടി കിട്ടി? ഫോക്കൽ ലെങ്ത് കൂടി നമ്മുടെ കൈക്കുമ്പിളിൽ നമ്മൾ സെറ്റ് ആക്കി എടുത്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ് മക്കളെ. മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്താണ് ഒരു മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല? മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ -v/u ആണ്. മിററിന്റെ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ -v/u ആണ്. ലെൻസ് ആണെങ്കിൽ അവിടെ മൈനസ് സൈൻ വേണ്ട, പക്ഷെ ഇവിടെ മിറർ ആയതിനാൽ തന്നെ മൈനസ് സൈൻ നിങ്ങൾ ഉറപ്പായും ഇട്ടിരിക്കണം. സോ ഇവിടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് തടസ്സമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കൈവശം എന്തില്ല മക്കളെ? ഇമേജ് ഡിസ്റ്റൻസ് ഇല്ല. നമ്മുടെ കൈവശം എന്തില്ല? ഇമേജ് ഡിസ്റ്റൻസ് ഇല്ല, വി ഇല്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് വി അഥവാ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? നമുക്ക് അതിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന മിറർ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നേരിട്ട് അതിന്റെ ഫൈനൽ ഇക്വേഷൻ പഠിക്കുന്നതും ഒക്കെയാണ്. സപ്പോസ് ഫൈനൽ ഇക്വേഷൻ എനിക്ക് മഗ്ഗപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഡിറൈവ് ചെയ്യുന്നത് പോലെ ഡിറൈവ് ചെയ്ത് പഠിച്ചാൽ വളരെയധികം നല്ലതാണ്. പിന്നെ ഓൾവേസ് ഏത് ഇക്വേഷൻസും നമുക്ക് കൃത്യമായി തന്നെ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. സോ എന്താ മിറർ ഇക്വേഷൻ? 1/f = 1/u + 1/v ആണ്. എങ്കിൽ 1/v = നമുക്ക് എന്ത് എഴുതാം? 1/f - 1/u എന്ന് എഴുതാം. സോ 1/v = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ u - f ഡിവൈഡഡ് ബൈ uf എന്ന് എഴുതാം. ശരിയല്ലേ? സോ v = എന്ത് കിട്ടും? uf ഡിവൈഡഡ് ബൈ u - f കിട്ടും. ഇതാണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ മനഃപ്പാഠം ചെയ്യാം, പ്രശ്നമില്ല. ഈ ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ മനഃപ്പാഠം ചെയ്യാം. സോ അതിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി തന്നെ പഠിക്കുന്നതാണ്. uf ഡിവൈഡഡ് ബൈ u - f എന്ന് പറയുന്ന ഫോർമുല മനസ്സിലാക്കി തന്നെ പഠിക്കുക. എങ്ങനെ അത് വന്നു എന്നൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. റൈറ്റ്, ഓക്കേടാ മക്കളെ. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോടാ. നമുക്ക് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v =
യു എത്രയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -10 ആണ്. സോ -10 ഇൻറ്റു എഫ് എത്രയാണ്? ഫോക്കൽ ലെങ്ത് -7.5 ആണ്. സോ -7.5 ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് ആണ്. സോ -10 മൈനസ് ഓഫ് -7.5 എന്ന് കിട്ടും. സോ വി ഈക്വൽ എത്രയാണ്? -10 ഇൻറ്റു -7.5 എത്രയാണ് മക്കളെ? 75 ആണ്. സോ 75 ഡിവൈഡ് ബൈ -10 പ്ലസ് 7.5 വരും. സോ ദാറ്റ് ഈസ് -2.5 എന്ന് വരും. സോ വി ഈക്വൽ എത്ര വരണം? -30 സെന്റിമീറ്റർ. സോ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? -30 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? -30 സെന്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. എന്താണ് മാഗ്നിഫിക്കേഷന്റെ ഫോർമുല? -v/u ആണ്. സോ -v പകരം -30 കൊടുത്തു. യുവിന് പകരം നമുക്ക് എത്ര കൊടുക്കാം? -10 എന്ന് കൊടുക്കാം. സോ എം ഈക്വൽ എത്ര വരുവാ? 30 ഡിവൈഡഡ് ബൈ -10 എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു -3. സോ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -3 ആണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഈസ് -3. ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് തരം ഇമേജ് ആണ് എന്ന കാര്യം കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതിനാൽ തന്നെ അതൊരു റിയൽ ഇമേജ് ആണെന്നും അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് എടുത്താലോ, -3യുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് ഒന്നിനേക്കാളും കൂടുതലാണ്. സോ ഇമേജ് എന്ന് പറയുന്നത് വളരെ ലാർജർ സൈസ് ഉള്ള ഒരു ഇമേജ് ആണ്. ഒബ്ജക്റ്റിനേക്കാളും വലുപ്പം കൂടിയ ഇമേജ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. കൃത്യമായിട്ട് ഈ ചോദ്യം മനസ്സിലായില്ലടാ, അതിന് ഉത്തരം പ്രൊസീഡ് ചെയ്ത മാർഗവും നിങ്ങൾക്ക് മനസ്സിലായില്ലടാ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഈസ് 1.5. is immersed in a medium of refractive index 1.65. സോ ആ പറയുന്ന ലെൻസ് നമ്മളൊരു മീഡിയത്തിൽ മുക്കി വെക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണ്, മുക്കി വെക്കുകയാണ്. വിൽ ദ ലെൻസ് നൗ ആക്ട് ആസ് എ കൺവേർജിങ് ഓർ ഡൈവേർജിങ്? ഓക്കെ, ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു 1.65 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നമ്മൾ ആ ലെൻസിനെ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ ലെൻസ് ഇപ്പോൾ ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഡൈവേർജിങ് ആയിട്ടാണോ ബിഹേവിയർ? ദാറ്റ്സ് ഇറ്റ്. അതായത് ആ ലെൻസിന്റെ നേച്ചർ ഇപ്പൊ എങ്ങനെയായിരിക്കും? അതൊരു കൺവേർജിങ് ബിഹേവിയർ ആയിരിക്കുമോ കാണിക്കുക, അതൊരു ഡൈവേർജിങ് ബിഹേവിയർ ആയിരിക്കുമോ കാണിക്കുക എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ആ ചോദ്യം മനസ്സിലാക്കിയാൽ നിസ്സാരമായി തന്നെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് എന്ന കാര്യമല്ലേ? സോ അതായത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ പറയുന്ന ലെൻസിന്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ ഈ പാരാമീറ്റേഴ്സ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഉണ്ടാവും. എന്താണ് മക്കളെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ? 1/v മൈനസ് 1/u ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇങ്ങനെ ഒരു ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തില്ലടാ മക്കളെ, എല്ലാവരുടെ മനസ്സിനകത്തും ഉണ്ടാവും. കാരണം നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്ത് അന്തസ്സായി തന്നെ പഠിച്ചെടുത്ത ഒരു ഫോർമുലയാണ്. ഫൈൻ, ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. 1/v മൈനസ് 1/u എന്ന് പറഞ്ഞാൽ അത് 1/f ഇക്വലന്റ് ആണ് അക്കോർഡിംഗ് ടു ലെൻസസ് ഫോർമുല. സോ 1/f ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. സെറ്റ്. ഒരു സംശയമില്ലാതെ. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് n1ന്റെയും n2ന്റെയും വാല്യൂ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്, ശരിയല്ലേ? n1 എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എത്രയാണ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? 1.65 ആണ്. എത്രയാണ് നമ്മുടെ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 എന്ന് പറഞ്ഞാൽ? അത് 1.5 ആണ്, ശരിയല്ലേ? ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ചോദ്യത്തിനകത്ത് ഗിവൺ ആണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കാടാ. n2 മൈനസ് n1 അല്ലടാ. ഇവിടെ n2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.5 ആണ്, n1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.65 ആണ്. സോ അഥവാ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട അവസരം വരും, ശരിയല്ലേ? n2 ഇവിടെ ചെറുതും n1 ഇവിടെ വലുതുമാണ്, ശരിയല്ലേ? സോ n2 മൈനസ് n1 എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഉറപ്പായും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഒരു സംശയമില്ലല്ലോ. n2 മൈനസ് n1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായും ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്താൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. സോ അതായത് 1/fന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 1/fന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? എഫ് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും.
ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയ ലെൻസ് ഏതാന്ന് പറ. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയ ലെൻസ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ലെൻസ് ആണ്, ശരിയല്ലേ? കോൺകേവ് ലെൻസ് അല്ലേ? കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേരെന്താണ്? ഡൈവേർജിങ് ലെൻസ്. സോ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്? ഡൈവേർജിങ് ആയിരിക്കും. ഡൈവേർജിങ് ബിഹേവിയർ ആയിരിക്കും ഈ പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ ലെൻസിനെ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരു ഡൈവേർജിങ് ബിഹേവിയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? ഒരു തവണ കൂടി ഞാൻ ഈ ചോദ്യം പറഞ്ഞു തരാം. നമുക്കൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ആ ലെൻസിനെ ഞാനൊരു മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ്. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.65 ആണ്. ലെൻസിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലാണ് നമ്മൾ ആ ലെൻസിനെ മുക്കി വെക്കുന്നത്. Will the lens now act as a converging or diverging? ഈ സാഹചര്യത്തിൽ ആ ലെൻസ് ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ടാണോ അതൊരു ഡൈവേർജിങ് ലെൻസ് ആയിട്ടാണോ ആക്ട് ചെയ്യുക എന്നതാണ് ചോദ്യം. കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. അത് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എല്ലാവർക്കും അറിയാം. 1/v - 1/u = n2 - n1 / n1 × 1/r1 - 1/r2. ഫോർമുല മനസ്സിനകത്ത് മഗ്ഗപ്പ് ചെയ്ത് തന്നെ വെച്ചോ. കാരണം ഈ മൊമെന്റിൽ പോയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ കൺസെപ്റ്റുകളും ഫോർമുലാസും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഏത് മൊമെന്റിലും അതിന്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫൈൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ n1 എന്ന് പറയുന്നത് n2വിനേക്കാളും കൂടുതലാണ്. അതിനാൽ തന്നെ 1/f വാല്യൂ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. സോ ഫോക്കൽ ലെങ്ത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഏത് ലെൻസിനാണ് മക്കളെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കുക? അത് ഉറപ്പായും ഒരു കോൺകേവ് ലെൻസിനാണ്, ശരിയല്ലേ? കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർജിങ് ലെൻസ് ആണ്. സോ നമ്മൾ ഇത്തരം ഒരു മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ ലെൻസ് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഇറ്റ് ബിഹേവ് ഓർ ഇറ്റ് ആക്ട് ആസ് എ ഡൈവേർജിങ് ലെൻസ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? കൺസെപ്റ്റ് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലായോടാ? നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ക്ലിഞ്ചർ ആയിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചോദ്യമല്ല, ഇതിനേക്കാളും ഒരു പടി മുകളിലുള്ള ചോദ്യമാണ്. ഇതിനേക്കാളും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ട ചോദ്യമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. The radius of curvature of the radii curvature of the faces of a double convex lens are 10 cm and 15 cm. Its focal length is 12 cm. What is the refractive index of the glass? Glass in the refractive index എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ഉണ്ട്. അതുപോലെ രണ്ട് സൈഡുകൾ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഒരെണ്ണത്തിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 10 ആണ്, മറ്റൊരെണ്ണത്തിന്റെ 15 ആണെന്നാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്. ഫോക്കൽ ലെങ്ത് നമുക്ക് നൽകിയിട്ട് 12 സെന്റിമീറ്റർ ആണ്. നമ്മളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻ. ഓക്കെ, ഇവിടെ കുറച്ച് ബേസ് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയണം. സോ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ്, ഇതാണ് നമ്മുടെ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് വിചാരിക്കുക. ഫൈൻ, നമ്മുടെ ഡബിൾ കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ രണ്ട് സൈഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റും ഇത് സെക്കൻഡും രണ്ട് സൈഡുകൾ കാണാൻ പറ്റുന്നില്ലേ? സോ രണ്ടിനും രണ്ട് പേര് കൊടുക്കാം. നമുക്ക് R1 R2 എന്ന് വിളിക്കാം. ദിസ് ഈസ് R1 ആൻഡ് ദിസ് വൺ ഈസ് ടേക്കൺ ആസ് R2. ഓക്കെ അല്ലടാ? ഓക്കെ, ഫൈൻ. സോ രണ്ടെണ്ണത്തിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ കൃത്യമായിട്ട് ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട്. R1 എത്രയാണ്? R1 എന്ന് പറഞ്ഞു വെച്ചാൽ 10 സെന്റിമീറ്റർ ആണ്. ദിസ് ഈസ് R1, റൈറ്റ്? ദിസ് വൺ ഈസ് R1. സോ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഉറപ്പായും പോസിറ്റീവ് ആയിരിക്കും. സംശയം വേണ്ട. അത് 10 സെന്റിമീറ്റർ ആണ്. R2 എത്രയാണ്? R2 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും നെഗറ്റീവ് ആണ്. സൈൻ കൺവെൻഷൻ നോക്കിക്കട, അത് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. സോ -15 സെന്റിമീറ്റർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഫോക്കൽ ലെങ്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കോൺവെക്സ് ലെൻസ് ആയത് കാരണം ഓവറോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് 12 സെന്റിമീറ്റർ. വി ഹാവ് ടു ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഫൈൻ. n ആണ് കണ്ടുപിടിക്കുന്നത്. സ്പെസിഫിക്കലി n2 n1 ഒന്നുമില്ല. മീഡിയത്തിനെ പറ്റിയൊന്നും നിങ്ങൾ ബോധറേണ്ട ആവശ്യമില്ല. സോ ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. സോ ആദ്യം നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഒന്ന് എഴുതാം. 1/v - 1/u = n2 - n1 divided by n1 into 1/r1 - 1/r2. ഇതാണ് നമ്മുടെ സ്വന്തം ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. നമുക്കറിയാം 1/v - 1/u നമുക്ക് എന്ത് എഴുതാം? 1/f എന്ന് എഴുതാം. Equal to n2 - n1 divided by n1 into 1/r1 - 1/r2.
ഇതിനകത്തും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഒന്ന് ശ്രദ്ധിക്കാനാടാ, ഇവിടെ മീഡിയം എയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു കൺസിഡർ ദ മീഡിയം ആസ് എ എയർ, സോ N1ന്റെ വാല്യൂ എത്രയായിരിക്കും? N1ന്റെ വാല്യൂ 1 ആയിരിക്കും. അതുപോലെ തന്നെ N2വിന് നമുക്ക് ജനറലി എന്ത് കൊടുക്കാം? N എന്ന് കൊടുക്കാം. N1ന് പകരം 1 എന്നും N2വിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N ആയിട്ടും ജനറലൈസ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 1/f ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് വരും. ശരിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോക്കൽ ലെങ്ത്തിന് പകരം 12 എന്ന് കൊടുക്കാം. റൈറ്റ്. സോ 1/12 ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 ആണ്. R1ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 1/10 മൈനസ് ഓഫ് 1/R2 എത്രയാണ്? -15 ആണ്. സോ താഴെ ഞാൻ എന്ത് കൊടുക്കുന്നു? -15 എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ മൈനസും എന്തായിട്ട് മാറ്റാം? നമുക്ക് പ്ലസ് ആയിട്ട് മാറ്റാം. സോ 1/12 ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1/10 പ്ലസ് 1/15 എന്ന് വരും. ശരിയല്ലേ? 1/10 പ്ലസ് 1/15 അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടാ. സോ 1/12 ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 15 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 15. സോ 1/12 ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു എത്ര വരും? 25 ഡിവൈഡഡ് ബൈ 150 എന്ന് വരും. ശരിയല്ലേ? 25 ഡിവൈഡ് ബൈ 150. ഈ പറയുന്ന 25 ഡിവൈഡ് ബൈ 150നെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് റെസിപ്രോക്കൽ ആയിട്ടാണ് വരിക. ദാറ്റ് ഈസ് 1/12 ഇൻറ്റു എന്ത് വരും? 25 ബൈ 155 അങ്ങോട്ട് 150 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? 150/25 എന്ന് വരും. ഈക്വൽ ടു N മൈനസ് 1. സംശയമില്ലാലോ? ഈക്വൽ ടു N മൈനസ് 1. മകളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തടാ. 25 150 6 തവണയല്ലേ പോവുക? സോ 6 തവണ. സോ 6/12 ഈക്വൽ ടു എന്ത് കിട്ടും? N മൈനസ് 1. 6/12 എത്രയാണ്? 6/12 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 1/2 ഈക്വൽ ടു 0.5. 0.5 ഈക്വൽ ടു N മൈനസ് 1 എന്ന് കിട്ടും. സോ N ഈക്വൽ ടു 1 പ്ലസ് 0.5 എന്ന് കിട്ടും. സോ N ഈക്വൽ ടു എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. സോ Nന്റെ വാല്യൂ എത്രയാണ്? 1.5 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.5. ഇത്തരം ഒരു ചോദ്യം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. പക്ഷേ ഈ ചോദ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വയറ് നിറഞ്ഞോ? യെസ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്തരം ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്താ പറയുക, കോൺഫിഡൻസ് കൂട്ടേണ്ടതാണ്. ഇത്തരം ചോദ്യങ്ങൾ കൂടി പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. വലിയ ബുദ്ധിമുട്ടേറിയ ചോദ്യമൊന്നുമല്ല. നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ചോദ്യം മാത്രമാണ്. അതിന് ഇത്തരത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇനി ഏത് കടികട്ടിയുള്ള ചോദ്യ പേപ്പർ നിങ്ങൾക്ക് നൽകിയാലും അതിന്റെ ഉത്തരം ഞാൻ എഴുതും എന്ന കോൺഫിഡൻസിലോട്ട് നിങ്ങൾ എല്ലാവരും മാറണം. അതുമാത്രമേ എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ളൂ. ആ ലെവലിലോട്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റും. ഫിസിക്സിന്റെ കേസിൽ ഞാൻ ഉറപ്പായും നിങ്ങളെ ആ രീതിയിലോട്ട് മോൾഡ് ചെയ്യും മക്കളെ. ഏറ്റവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. സൈലമിയൻസ് തെളിയിച്ചു കൊടുക്കണം. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ ഏത് ചോദ്യം വന്നാലും അട്ടിച്ചിരിക്കണം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് അല്ലെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. നിസ്സാരമായ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദ വെലോസിറ്റിക്ക് വരും സ്പീഡ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഈക്വൽ ടു 2.25 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈസ് ഡാഷ്. മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം N ഈക്വൽ ടു C/V അല്ലടാ ഫോർമുല. സോ N അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 10⁸. ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എത്രയാണ്? 2.25 into 10⁸. നമുക്ക് രണ്ടും കൂടി സിംപ്ലി എന്ത് ചെയ്യാം? രണ്ടും കൂടി സിംപ്ലി ക്യാൻസൽ ചെയ്യാം. സോ 3 divided by 2.25 എന്ന് വരും. ശരിയല്ലേ? 3 divided by 2.25 അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.33 ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 1.33 ആണ് നമുക്ക് കിട്ടുക. അതിന് യൂണിറ്റ് ഇല്ല. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. മുകളിലും താഴെയും എന്താ ഉള്ളത്? സ്പീഡ് തന്നെയാണ്. സോ ഉത്തരം എത്രയാണ്? 1.33 ആണ്. എല്ലാവരും മനസ്സിലാക്കണം, എല്ലാവരും പഠിക്കണം. സോ ഗൈസ് വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 തിൻ കോൺവെക്സ് ലെൻസുകൾ ഉണ്ട്. രണ്ടിന്റെയും ഫോക്കൽ ലെങ്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ആദ്യത്തതിന്റെ 10 സെന്റിമീറ്ററും രണ്ടാമത്തതിന്റെ 20 സെന്റിമീറ്ററുമാണ്. രണ്ടും കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുന്നു. എങ്കിൽ ഈ കോമ്പിനേഷന്റെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പവറും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഈ കോമ്പിനേഷന്റെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പവറും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. എങ്ങനെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം? ആ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ശരിയല്ലേ? 1/f1 പ്ലസ് 1/f2. ഇതിനെ നേരിട്ട് കമ്പൈൻ ചെയ്തതാണ് എഫ് എഫക്റ്റീവ്
എഫക്റ്റീവ് എന്നാണ് കൊടുക്കുന്നത് ഇക്വലൻസിന് പകരം. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ഇക്വലൻസ് എന്നോ എഫക്റ്റീവ് എന്നോ, അപ് ടു യുവർ കൺവീനിയൻസ്. സിംപ്ലി ഈക്വൽ ടു F1 F2 ഡിവൈഡഡ് ബൈ F1 പ്ലസ് F2 ആണ് നമ്മുടെ ഫോർമുല എന്ന്. ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ അങ്ങനെ തന്നെ 1/F1 പ്ലസ് 1/F2 എങ്ങനെ എഴുതാം? F1 F2 ഡിവൈഡ് ബൈ F1 പ്ലസ് F2 എന്ന് എഴുതാം. ഒരു പ്രശ്നമില്ല, നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. F1 പകരം 10 കൊടുക്കാം, F2 പകരം 20 കൊടുക്കാം, ഡിവൈഡ് ബൈ 10 പ്ലസ് 20 എന്ന് വരും. ഈക്വൽ ടു 200 ബൈ എത്ര വരുവാടാ? 30 എന്ന് വരും. 200 ബൈ 30 എന്ന് പറഞ്ഞ എത്രയാണ്? 6.67 ആണ്. സോ എഫ് എഫക്റ്റീവ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 6.67 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഈ കോമ്പിനേഷൻ ഓഫ് ലെങ്സിന്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ? 6.67 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് കൃത്യമായി തന്നെ കിട്ടി. അതിന് പുറമെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചോദ്യത്തിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, എഫക്റ്റീവ് പവർ. അതിന്റെ എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? പവർ ഈക്വൽ ടു 1 ബൈ ഫോക്കൽ ലെങ്ത് ആണ്, അല്ലെങ്കിൽ 1 ബൈ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്. എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 6.67 എന്ന് വരും. 6.67. പക്ഷെ അത് സെന്റിമീറ്ററിലാണ്. ഒരിക്കലും ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലല്ല നമ്മൾ ഇടേണ്ടത്, മീറ്ററിലാണ്. സോ ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁻⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ പവർ ഈക്വൽ, ഈ 10⁻⁻² മുകളിലോട്ട് പോയാൽ 100 ആണ്. സോ 100 ഡിവൈഡ് ബൈ 6.67 എന്ന് കിട്ടും. 100 ഡിവൈഡ് ബൈ 6.67 എന്ന് കിട്ടും. അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ 14.9 ഡയോപ്റ്റർ. യൂണിറ്റ് കൃത്യമായി തന്നെ എഴുതണം. ഡയോപ്റ്റർ ആണ് നമ്മുടെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ 14.9 ഡയോപ്റ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 14.9 ഡയോപ്റ്റർ. അതെല്ലാവർക്കും അറിയണം, കൃത്യമായി തന്നെ പഠിക്കണം. വേണം അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 15 ഡയോപ്റ്റർ എന്നൊക്കെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കുന്നു. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഈസ് 1.5. ഒരു പ്രിസത്തിന്റെ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ പ്രിസം. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഥവാ എന്താണ്? n ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സൈൻ സി ആണ്. അപ്പോൾ സൈൻ സി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ n എന്ന് എഴുതാം. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/n എന്ന് എഴുതാം. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/n നമുക്ക് എഴുതാം. സോ ഇവിടെ എന്നിന്റെ വാല്യൂ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1.5. പക്ക ട്രിഗ്നോമെട്രി ആണ്, എൻ്റെ കയ്യിലില്ല. സോ എത്രയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എങ്കിൽ ആംഗിൾ എഴുതുക കേട്ടോ. സോ ഡിഗ്രിയിലായിരിക്കും കണ്ടുപിടിക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങളുടെ കൈവശമുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. 2 thin lenses of power plus 6 diopter and -2 diopter are in contact. What is the focal length of the combination? പവർ നൽകിയിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫോക്കൽ ലെങ്ത് ആണ്. ആ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് ആണ്. കഴിഞ്ഞൊരു ചോദ്യത്തിൽ ഫോക്കൽ ലെങ്ത്തുകൾ നൽകിയിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. P ഈക്വൽ എന്ത് എഴുതിയാൽ മതി? P1 പ്ലസ് P2 ചെയ്താൽ മതി. P1 എത്രയാണ്? 6 ആണ്. P2 എത്രയാണ്? -2 ആണ്. സോ എഫക്റ്റീവ് പവർ എത്ര കിട്ടും? 4 ഡയോപ്റ്റർ ആയിരിക്കും എഫക്റ്റീവ് പവർ എന്ന് പറയുന്നത്. എഫക്റ്റീവ് പവർ ഈസ് 4 ഡയോപ്റ്റർ. അത് കിട്ടി. ഇനി എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1 ബൈ പവർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 1/4 എത്രയാണ്? 0.25 മീറ്റർ. ഫോക്കൽ ലെങ്ത് ഏതിലാണ് നമുക്ക് കിട്ടുക? മീറ്ററിലാണ് കിട്ടുക. സോ 0.25 മീറ്റർ. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നു. കുറച്ചധികം സമയമായി എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിങ്ങളെ പഠിപ്പിച്ചിട്ടേ അണ്ണൻ കളം വിട്ടു മാറത്തുള്ളൂ. സോ എന്നെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം, ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇതിലെ മെജോറിറ്റി ചോദ്യങ്ങളും നിങ്ങൾക്ക് പുതിയതായിരിക്കും. ശരിയല്ലേ? പുതിയതാണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ മക്കളെ. കാരണം നിങ്ങളെ പഠിപ്പിച്ച് തഴമ്പിച്ച ചോദ്യങ്ങളല്ല നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെക്കുന്നത്. നിങ്ങൾ ഇന്നേ വരെ കാണാത്ത പുതിയതും ഫ്രഷുമായ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ചോദ്യങ്ങളാണ്, നിങ്ങൾ അറിയാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. കാരണം എല്ലാ ചോദ്യങ്ങളും എൻ്റെ മക്കൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. സോ ഗൈസ്, ഹിയർ കംസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവസാന ചോദ്യമാണ്. സിമ്പിൾ ആയ ചോദ്യം. ഫോർ എൻ ഇക്വലേറ്ററൽ ട്രയാങ്കുലർ പ്രിസം. സോ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ ഒരു സൈഡ് 60 ഡിഗ്രി ആണ്. അത് മനസ്സിനകത്ത് ഉറപ്പിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അഥവാ D ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നിസ്സാരമായ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വലേറ്റർ പ്രിസം ആണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? A ഈക്വൽ ടു നമുക്ക് എത്ര അറിയാം? 60 ഡിഗ്രി ആണെന്ന് എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു √2 നൽകിയിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അഥവാ ക്യാപിറ്റൽ D ആണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായ ചോദ്യമല്ല. നമുക്ക് ആ പറയുന്ന പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല അറിയാം. n ഈക്വൽ ടു സൈൻ A പ്ലസ് D ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ A ബൈ 2. ഇതല്ലേ ഫോർമുല എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പകരം എന്ത് കൊടുക്കാം? √2 എന്ന് കൊടുക്കാം. ഈക്വൽ ടു സൈൻ
എക്ക് പകരം 60 കൊടുക്കാമല്ലോ. സോ 60 പ്ലസ് ഡിക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? ഡിക്ക് പകരം ഡി തന്നെ കൊടുക്കാം, വേറെ ഒന്നും കൊടുക്കാനില്ല. ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ a/2. സോ 60/2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പറൊക്കെ വേണമെങ്കിൽ ഇടാം, നോട്ട് നെസസറി എന്ന് പറയുന്നു. റൈറ്റ്. സൈൻ 60/2 60/2 30 സോ സൈൻ 30 നമുക്ക് എഴുതാം. റൈറ്റ്, ശ്രദ്ധിക്കണം. സോ √2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 30. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈൻ 30ന്റെ വാല്യൂ എത്രയാണ്? 1/2 അല്ലേ? ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുവാണ്. സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 1/2. ഓക്കെ, സെറ്റ് അല്ലേ? ഈ 1/2വിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 1/2വിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, മുകളിലോട്ട് കൊണ്ടുവരികയല്ല. സോ അങ്ങനെയാകുമ്പോൾ റെസിപ്രോക്കൽ വരും. ഒരിക്കലും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് റെസിപ്രോക്കൽ ആയിട്ടല്ല വരിക, നേരിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ √2 × 1/2. കാരണം ബേസിക് മാത്സ് പോലും അറിയാത്ത കുട്ടികളുണ്ടാവും, ഒരിക്കലും തെറ്റാണെന്നോ മോശമാണെന്നോ പറയില്ല. സോ അതെല്ലാം നിങ്ങൾ അറിയണം എന്ന് മാത്രമേ ആസ് എ ബ്രദർ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും നിനക്ക് അതുപോലും അറിയില്ലടാ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ പറയുന്ന എനിക്കേ അറിയാത്ത പല പല കാര്യങ്ങളുണ്ടാവും. തീർച്ചയായും ഞാനും എല്ലാം അറിഞ്ഞവനല്ല, ആരും എല്ലാം അറിഞ്ഞവരല്ല. സോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് ഈ 1/2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 1/2 ആയിട്ട് തന്നെയാണ് വരിക, ഒരിക്കലും 2/1 ആവുന്നില്ല. മുകളിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് റെസിപ്രോക്കൽ ആയിട്ട് മാറുക കേട്ടോ. ഫൈൻ. സോ ഈക്വൽ ടു ബാക്കിയുള്ള ടേംസ് എഴുതുവാണ്. സൈൻ 60 പ്ലസ് d/2 എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ഒക്കെയാണ്. ഫൈൻ, ശ്രദ്ധിക്കണം. ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയണമെന്നില്ല. ഞാൻ കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. √2 × 1/2നെ നമുക്ക് എങ്ങനെ മാറ്റാം? 1/√2 × √2 ആക്കട്ടമ. പ്രശ്നമുണ്ടോ? ഇല്ലാലോ. 2നെ √2 × √2 എന്ന് എഴുതാലോ. സോ ഈ കാണുന്ന 2നെ ഞാൻ √2 × √2 എന്ന രീതിയിൽ എഴുതുവാണ്. ഇനി ക്യാൻസൽ ചെയ്യട്ടെ. ക്യാൻസൽ ചെയ്യുവാണ്. √2ഉം √2ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? സൈൻ 60 പ്ലസ് d/2. സൈൻ 60 പ്ലസ് d/2. സോ ബാക്കി എന്താ ഉള്ളൂ? 1/√2 മാത്രമേ ഉള്ളൂ. സോ ഇടതുഭാഗത്തുള്ളത് 1/√2 ആണ്. സോ 1/√2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഈ സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവില്ലേ? സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. സൈൻ ഇങ്ങോട്ട് വരിക എന്നൊന്നും അല്ല, പ്രോപ്പർലി മാത്സിൽ രണ്ട് സൈഡും സൈൻ ഇൻവേഴ്സ് എടുക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഫിസിക്സിൽ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ഈക്വൽ ടു എന്ത് വരടാ? 60 പ്ലസ് d/2. 60 പ്ലസ് d/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എത്രയാണ്? 45 ഡിഗ്രിയാണ്. സോ 45 ഡിഗ്രി ഈക്വൽ ടു 60 പ്ലസ് ഡിഗ്രി വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം അവിടെ 60 മാത്രമേ ഇട്ടുള്ളൂ. സോ 45 ഈക്വൽ ടു 60 പ്ലസ് d/2 എന്ന് കിട്ടും. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. സോ 90 ആവില്ലേ? 90 ഈക്വൽ ടു 60 പ്ലസ് ഡി എന്ന് കിട്ടും. ശരിയല്ലേ? 90 ഈക്വൽ ടു 60 പ്ലസ് ഡി. അപ്പോൾ ഡി അഥവാ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈക്വൽ ടു 90 മൈനസ് 60 എന്ന് വരും. സോ ഡി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് എത്രയാണ് മക്കളെ ഉത്തരം കിട്ടുക? 30 ഡിഗ്രിയാണ് കിട്ടുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ പലരുടെയും മനസ്സിലുള്ളൊരു കാര്യം അണ്ണൻ പ്രെഡിക്റ്റ് ചെയ്യട്ടെ, സാർ ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണോ അതോ നിങ്ങൾ ചുമ്മാ കുറെ കട്ടി കൂടിയ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചതാണ്? ഒരിക്കലും അല്ലടാ. ഇതിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ്, അറൌണ്ട് 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പുതിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചതല്ല. ഇവയെല്ലാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. സോ കൃത്യമായി തന്നെ എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ എനിക്ക് തരേണ്ടത് നിങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ള വാലിഡ് കമന്റുകൾ തന്നെയാണ്. ഉറപ്പായും എല്ലാവരുടെയും കമന്റുകൾ താഴെ നിങ്ങൾ എല്ലാവരും ഇട്ടിരിക്കണം. എല്ലാവരുടെ കമന്റുകളും ഞാൻ വായിക്കും മക്കളെ, എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടി എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഇന്നലത്തെ ലൈവിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്റർ അടിപൊളിയായി മനസ്സിലാക്കി എന്ന കാര്യവും ഉറപ്പായും തന്നെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാതെ ആരും തന്നെ ഇരിക്കരുത്. നൈസ് ക്ലാസ്, താങ്ക് യു സാർ എന്ന കമന്റിൽ ഒതുക്കാതെ ഡീറ്റെയിൽ ആയ കമന്റുകൾ എല്ലാവരും ഇടാൻ വേണ്ടി ശ്രമിക്കുക മക്കളെ. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ, ബൈ.